ശിക്ഷയിൽ ഞാൻ ശരിക്കും അസംതൃപ്തിയാണ് എനിക്ക് പറയാനുള്ളത്. ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സെൻസേഷണൽ കേസാണെന്നൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്തു. സെൻസേഷണൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിധി വരുമ്പോൾ സമൂഹത്തിനൊരു മെസ്സേജെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ നിർഭയ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പാർലമെൻറ്റിൽ പാസ്സാക്കിയ പുതിയ നിയമം അനുസരിച്ച് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഗ്യാങ് റേപ്പിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ജീവപര്യന്തമെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. കോടതിയെ ഞാൻ മാനിക്കാതെയല്ല, പക്ഷേ നമ്മളുടെ ഒരു സങ്കടമാണ് പറയണത്. പിന്നെ ഇത്രയും നാൾ ഒരു കുട്ടി വഴിയിൽ അപമാനിക്കപ്പെട്ടിട്ട് ഇത്രയും നാൾ ഇതിനു വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിനുള്ള മറുപടി പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല. നാടിനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് അവളുടെ ഈ വിഷമം മുഴുവൻ 8 വർഷങ്ങളായി സഹിക്കുന്ന ഈ ദുഃഖം മുഴുവൻ ഉണ്ടായിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പിന്നെ ഇത് ആലോചിച്ച് ഉറച്ച് വളരെ പ്ലാൻഡായിട്ട് നടത്തിയിരിക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഗ്യാങ് റേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാങ് കൂടണമെങ്കിൽ ഒന്നിലധികം ആളുകൾ വ്യക്തികൾ വരണമെങ്കിൽ അതിൽ ഒരു ഗൂഢാലോചന ഇല്ലാതെ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചന പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സർക്കാരിന് പരാജയം സംഭവിച്ചു എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഗ്യാങ് റേപ്പ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആ ഗൂഢാലോചന ഇല്ലാതെ നടക്കില്ലല്ലോ. ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? അപ്പോൾ പ്രോസിക്യൂഷനിൽ വീഴ്ച വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രകാരം അത് ഇനി ഞാൻ പറയാം. ആ കുട്ടി വിചാരണ കോടതിയിൽ ഒരാശങ്ക പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീതി കിട്ടുമോ എന്ന് സംശയം പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ചെയ്തിരുന്നത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടിക്ക് ആശങ്കയുണ്ടായിരുന്നു, എനിക്ക് നീതി കിട്ടുമോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ തന്നെ ശരിയായി എന്നാണ് എൻ്റെ പക്ഷം. പിന്നെ പെൻഡ്രൈവ് വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ജാഗ്രത ഇതിനു മുമ്പ് 3 വട്ടം അത് തുറന്നപ്പോൾ ആ ജാഗ്രത എവിടെ പോയി എന്നുള്ളത് പറയണം. പിന്നെ മറ്റൊന്ന്, ഏറ്റവും അവസാനം പറഞ്ഞത് ഈ ശിക്ഷ ഏറ്റവും കുറവ് കിട്ടാനായിട്ട് കാരണം അവരുടെ കുടുംബ സാഹചര്യവും അതുപോലെ തന്നെ പ്രായം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു. പ്രായം പരിഗണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ജുവനൈൽ കോർട്ടിലേക്കൊന്നും അല്ലല്ലോ പോകാൻ പോണേ, ആ പ്രായമൊന്നും അല്ലല്ലോ. പ്രായം പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല, അവർക്ക് വിവരം മനസ്സിലാവാനായിട്ടില്ല എന്ന് പറയാം. ഇത് ഈ 40ഓളം വയസ്സ് പ്രായമുള്ളവർക്ക് അവരുടെ പ്രായം പരിഗണിച്ചാണ് ഇതുപോലെയുള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ, അതുപോലെ കുടുംബ സാഹചര്യമൊക്കെയാണ് എങ്കിൽ നമ്മളുടെ നാട്ടിൽ പല കേസുകൾക്കും ഇതുപോലെ പല മാറ്റവും വരുത്തേണ്ടി വരും. അതാണ് എൻ്റെ പക്ഷം. അത് തന്നെ. അപ്പോൾ അത് തന്നെ, അതായത് വിധി വന്നിട്ട് വിധിപ്പകർപ്പ് കാണുന്നതിന് മുമ്പ് തന്നെ നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പീലിന് പോകുന്ന, സർക്കാർ അപ്പീലിന് പോകുന്ന. അപ്പോൾ അവിടെ തന്നെ സംശയം വന്നു കഴിഞ്ഞു, പ്രോസിക്യൂട്ടറിൻ്റെ വീഴ്ച അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതേ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ഇത് സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. ഈ ഇന്ന് നിയമമന്ത്രി മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണ്, പരമാവധി ശിക്ഷയാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. എന്താണ്? അതായത് 20 വർഷം ശിക്ഷ വിധിച്ചപ്പോൾ അത് കുറച്ച് കാണാനാകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. അപ്പോൾ നിയമമന്ത്രി തന്നെ അത് മതിയായ ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. മതിയായ ശിക്ഷ എന്നാണ് പറയുന്നത്. അതാ, ഇതിൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ കുറയ്ക്കാൻ പറ്റില്ല. നിർഭയ കേസുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ 20 വർഷം. അപ്പോൾ അതനുസരിച്ച് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരെ എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ജീവപര്യന്തം കൊടുത്തില്ല എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്.